This is Grand Magical Circus powered by Amrita Bindu. ആരാണ് അടുത്ത് പെർഫോം ചെയ്യാൻ വരുന്നത്? നമുക്ക് നമ്മളെ കൊണ്ടൊക്കെ ഒരു പെർഫോമൻസ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇപ്രാവശ്യം അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ടൊക്കെ പെർഫോം ചെയ്യിക്കൊന്ന് വാശി പിടിച്ച ഒരാൾ പുറത്തിപ്പോണ്ട്. അല്ല, എനിക്ക് പെർഫോമൻസ് ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് എന്താണ് ഉദ്ദേശിക്കണേ? എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ, എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ചെയ്യും. ടിനേട്ടാ ഉറപ്പല്ലേ? ശ്രമിച്ചിരിക്കും. വരുന്നു സജീഷ് മുഖത്തല. This is Grand Magical Circus powered by Amrita Bindu. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന റൊട്ടേറ്റിംഗ് ആക്ട് ആണ്. അതായത് നമ്മൾ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്കിങ്ങിനെ കുറിച്ച് അതൊരു ടെസ്റ്റിംഗ് ആണ്. ആദ്യമായിട്ട് ഞാൻ തിനി സാറിനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന റൊട്ടേറ്റിംഗ് ആക്ടിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ടിനി നിങ്ങൾക്ക് സിമ്പിൾ ആണ് ഇതൊക്കെ കേട്ടില്ല, പക്ഷേ അതല്ല, ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം. അതായത് ഒരു ടിനിച്ചേട്ടന്റെ ബ്രെയിൻ വർക്ക് ആവുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യാത്തോണ്ടല്ലോ ഈ പണിക്ക് നടക്കുന്നത്. അല്ല, അത് ഞാൻ എഞ്ചിനീയർ ഡോക്ടറായിട്ടൊക്കെ ഇരുന്നില്ല. ഇല്ല, ഏത് ഫീൽഡിലായാലും ബ്രെയിൻ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എഞ്ചിനീയർക്കും ഡോക്ടർക്കും മാത്രമല്ല, ഏത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിലും നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ. അന്നേരം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് വീല്, ഒരു വീല് ഫ്രണ്ടിലോട്ടും ഒരു വീല് ബാക്കിലോട്ടും കറങ്ങുന്ന ഒരു പൊസിഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് അത് കൈകൾ കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഒരു റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലോട്ടും ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ടും കറക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് സെയിം ടൈമിൽ ചെയ്യണം. ഇപ്പം ഇങ്ങനെയും കറക്കാൻ പറ്റും, ഇങ്ങനെയും കറക്കാൻ പറ്റും. പക്ഷെ ഇത് ഫ്രണ്ടിലോട്ടും ചെയ്യണം, ഇത് ബാക്കിലോട്ടും ചെയ്യണം. ഇത് സെയിം ടൈമിൽ. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ ഐറ്റം ചെയ്തെങ്കിൽ മാത്രമേ തിനി ചേട്ടനെ ഈ കസേരയ്ക്കകത്ത് ഇരുത്തത്തുള്ളൂ. ഇത് ഫ്രണ്ടിലോട്ട് കറക്കണം, ഇത് ബാക്കിലേക്ക് കറക്കണം. ഞാൻ ചെയ്ത് കാണിക്കാം. ഒരുമിച്ച് തന്നെ ഞാൻ ചെയ്ത് കാണിക്കാം. ഒരേ കണക്ക് തന്നെ ചെയ്യും, ഒരുമിച്ച് തന്നെ ചെയ്യണം. അതേ കണക്ക് ചേട്ടൻ ചെയ്യണം. ഇങ്ങനെയും കറക്കാൻ പറ്റും, ഇങ്ങനെയും കറക്കാൻ പറ്റും. ഇതതിന് ഓപ്പോസിറ്റും ഇതതിന് ഓപ്പോസിറ്റും വരണം. അപ്പൊ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയിരിക്കാനോ അവിടെ ഇരുന്നോളൂ? ഇല്ല, എനിക്ക് ഇരിക്കണ്ട, ഞാൻ നിന്നോളാം. ചേട്ടൻ ചെയ്യും. ഇങ്ങനെ നടക്കണം. ഇത് അതിന് ഓപ്പോസിറ്റ്. ഇത് ഞാൻ മറ്റേ പ്രാഞ്ചിയേട്ടനില് എഴുതിയല്ലേ. അതിന്റെ ഒരു 5 ഐറ്റം ചെയ്യുന്നുണ്ട്. ആ 5 ഐറ്റവും വിജയകരമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കുന്നതാണ്. സമ്മാനം വേണ്ട, നാണക്കേട്. ചെയ്താ പാല് കറക്കാനല്ല പറഞ്ഞത്, ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങോട്ട്. അല്ല, 2 കറക്കമൊക്കെ നമുക്ക് കറക്കാം, പക്ഷെ മൂന്നാമത്തെ കറക്കത്തിന് ഇതിലൂടെ കൂടെ കറക്കാം. കറക്റ്റ് ആണ്, അവള് ചെയ്ത് കറക്റ്റ് ആണ്. ഇവിടെ വന്ന് ചെയ്യും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ചെയ്തെന്നും പറഞ്ഞ ഒരു വിജയമാവത്തില്ല. കാര്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഐറ്റം തരും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കൊച്ചുകുട്ടികൾ വരെ എന്താണ് ഗിഫ്റ്റ് തരാൻ പോകുന്നത്? അത് അന്നേരം ഇല്ല, അത് അന്നേരം അത് നടക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ടാണ് ഒരു ഗിഫ്റ്റും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇത് ഫ്രണ്ടിലേക്ക് കറക്കുമ്പോ ആദ്യം ഞാൻ ഇത് കറക്കി തുടങ്ങട്ടെ. എന്നിട്ട് സോറി, ഞാൻ അവിടെ ഇരുന്ന് ചെയ്തായിരുന്നു. യെസ്, ഓക്കെ. അതായത് രണ്ടാമത്തെ ഐറ്റം കൊടുക്കുവാണ്. അതായത് ഒരു കൈ കൊണ്ട് ഫുൾ റിങ് വരയ്ക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഹാഫ് റിങ് വരയ്ക്കുന്നു. അത് നടക്കുന്നു ഏകദേശം. കാരണം പകുതി ചെയ്തു എനിക്ക് പരിചയമുള്ളതാണ്. ഇത് പരിപാടി പൂർത്തിയാക്കാറില്ല. നിർത്ത്, റെസ്റ്റ്, സെയിം ടൈം. ഇല്ലേ, ഇതിൽ കൂടെ എന്ത് നടക്കണം? ചേട്ടൻ പരാജയപ്പെട്ട ഇല്ല, ചെയ്തില്ല. എന്നെ തോപ്പിക്കണമെന്നാണ് ഉദ്ദേശം? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കണം. ഇത് കാറിന്റെ വൈപ്പർ മാതിരി ആയിരിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ അല്ലേ? ഞാൻ ചെയ്തു. ഇനി അടുത്തത് ഇല്ല. അതായത് ഇത് രണ്ടും പരാജയപ്പെട്ടാണ്. അടുത്തത് ഇവർ രണ്ടും ഇത് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കലേഷേട്ടനെ ക്ഷണിക്കുകയാണ് അടുത്ത ഐറ്റം ചെയ്യാൻ വേണ്ടി.
ഒരു വിരല് ഇങ്ങനെ കുത്തിയിട്ട് തലകുത്തി നിൽക്കുക എന്നുള്ളതാണ്. അതായത് അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചേട്ടന് ചെയ്ത അതേ സെയിം. അതായത് ഒരു കാല് കൊണ്ട് വലത്തോട്ട് റിങ് വരയ്ക്കുന്ന സമയത്ത് തന്നെ ഇടത്തോട്ട് റിങ് വരയ്ക്കുന്ന റിങ് എന്ന് പറഞ്ഞാൽ അന്ന് അതിനകത്ത് സിനിമയിൽ 6 എന്ന് പറയുന്ന ഇതാണ് കളി. 6 എന്ന് പറഞ്ഞാൽ 6 ഫുൾ ആവുന്നില്ല, റിങ് വരച്ചോണ്ടിരിക്കണം. ആ ഒരു ഐറ്റമാണ് ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത്. ഇരുന്നു. അതായത് ഈ കാല് വലത്തോട്ട് കറക്കുന്ന സമയത്ത് കൈ ഇടത്തോട്ട് കറങ്ങണം. എന്റെ ഇടത്തോട്ടേ കറങ്ങുന്നോളൂ. വലത്തോട്ട് കറക്കുമ്പോൾ ഇടത്തോട്ട്. ഇതാണ് കാലും കൂടി കറങ്ങുന്നത്. എന്താ ഇങ്ങനെ കറങ്ങുന്നത്? എത്ര പേര് ഇപ്പൊ വീട്ടിലിരുന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കണ്ടാവില്ലേ? അതെ അതെ അതെ. ഇത് വലത്തോട്ട് കറക്കുന്ന സമയത്ത് ഇത് ഇടത്തോട്ട് കറങ്ങും. ഇവർ 3 പേരും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് അതുകൊണ്ട് ഞാൻ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അടുത്ത ഐറ്റം ചെയ്യാനായിട്ട് വരച്ചില്ലേ? അത് ഒരേ സൈഡിലാണ് പോകുന്നത്, 2 സൈഡിലാണ്. ഇത് ഓപ്പോസിറ്റ്. അതായത് ഇത് 2 സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇത് കൈ അതിന് ഓപ്പോസിറ്റ് വരണം. അതിന് ഓപ്പോസിറ്റ് വരണം. പറ്റിയില്ല, എന്താണെങ്കിലും ചെയ്യാൻ. എടാ ഞാൻ പറയണെന്ന് കേക്ക്. നീ ചുമ്മാ എന്നെ കൂടെ കൊണ്ടുപോകണം. എടാ നീ പറഞ്ഞ കിടന്നിട്ട് സമയമായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ഞാനും വരും. എന്നെ കൂടെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോകണം. അളിയ എന്നെ കൂടെ കൊണ്ടുപോളിയ. ഈ മുതുക്കൻ കാലിനെ കൊണ്ട് മടുത്തല്ലോ. അളിയ അങ്ങനെ പറയില്ല അളിയ. അളിയ എന്നെ കൂടെ കൊണ്ടുപോളിയ. ഏടാ അത് ചുമ്മാ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റടാ. നിന്റെ ടൈം ആയിട്ടില്ല എന്ന്. ടൈം അമ്മയെ കൊണ്ടുപോകും. എന്ത് ടൈം? ഞാനും വരുമല്ലോ. അളിയൻ എന്താ എന്നെ കൊണ്ടുപോകാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താ അളിയൻ? എടാ നീ അങ്ങോട്ട് പോണ കാര്യം പറഞ്ഞ ടൂർ പോകുമല്ല, യമപുരിയിലേക്ക് വന്നെ. യമപുരിയിലേക്ക് നിനക്കറിയാമോ അവിടുത്തെ ശിക്ഷയൊക്കെ അറിയാമോ? അവിടുത്തെ ശിക്ഷ അറിഞ്ഞാൽ നീ ഞെട്ടിപ്പോവും. എന്നെ ശിക്ഷ എന്നാറിയാമോ? ഒന്നും ഞാൻ പറഞ്ഞുതരാം. അതായത് അളിയ അളിയൻ എന്നെ കൂടെ കൊണ്ടുപോളിയ. അളിയൻ എന്താ ഇത്ര കുഴപ്പം? എന്താ അളിയൻ? അളിയനോ? ആരാ നിന്റെ അളിയൻ? പ്രഭു എന്ന് വിളിക്കടാ. എന്നാ പ്രഭേളിയ. പ്രഭേളിയ എന്നെ കൂടെ കൊണ്ടുപോ. പ്രഭേളിയ. പ്രഭേളിയനോ? എടാ അവിടെ ചെന്നുള്ള ശിക്ഷനാ. നീ അവിടെ ചെന്ന് ഒരു ദിവസം പോലും നിൽക്കൂല. അതാ അവിടെ ശിക്ഷ. ഞാൻ പറഞ്ഞുതരാം. വലിയ വാർപ്പ്, ഇത്രയുള്ള വാർപ്പ്, ഇത്രയുള്ള വാർപ്പിനകത്തേക്ക് എണ്ണ അങ്ങോട്ട് ഒഴിക്കും. എണ്ണ അങ്ങ് ഒഴിച്ച് ഇങ്ങനെ കത്തിക്കും. കത്തിച്ചിട്ട് എണ്ണ തിളക്കി കഴിയുമ്പോഴല്ലോ അപ്പം എടുത്ത് നേരെ എണ്ണയിലേക്ക് ഇടും. അല്ല ഈ തിളച്ച എണ്ണക്കകത്ത് എന്തിനാണ് അപ്പം എടുത്തിടുന്നത്? ഓൾറെഡി അത് അപ്പമാണല്ലോ, പിന്നെ എന്തിനാണ് എണ്ണക്കകത്ത്? തിളച്ച എണ്ണയിലേക്ക് നിന്നെ പിടിച്ചിടുന്നു. എന്നെയോ? അയ്യോ, എന്നെ പിടിച്ചിടുമ്പോഴേ എന്റെ ദേഹമൊക്കെ വരഞ്ഞിട്ട് നല്ല കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ട് വേണം ഇടാൻ. അതിനാണ് ടേസ്റ്റ്. ഒരു മിനിറ്റ്. ഹലോ. ഇല്ലെന്ന്. ഞാൻ ബീവറേജിന്റെ ക്യൂവില് എന്നിട്ട് കിട്ടിയില്ല. കുറേ നേരം നിന്നു കിട്ടിയില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ ഒരു സംഭവം ക്ലിയർ ചെയ്തോണ്ടിരിക്കാം. ഓക്കെ. അണ്ണാ ബീവറേജിന്റെ ക്യൂ നിന്നായിരുന്നു. അതെന്നെ കിട്ടിയില്ല. എന്നിട്ട് കിട്ടിയില്ലേ? ഇല്ല. എന്നാ പറയണ്ടേ, ഒരു 100 രൂപ കൂടും. പട്ടാളത്തിന്റെ സാധനം ഉണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. എന്ത് എന്റെ സാധനമേ? ഇവിടെ സാധനം എടുക്കണ കാര്യമല്ലെന്ന് പറഞ്ഞ. പിന്നെ ഞാൻ ഒരുത്തന്നെ അവന്റെ ടൈം ആയിരുന്നേ. അവനെ പിടിച്ച് മേളിലേക്ക് കൊണ്ടാൻ വേണ്ടി അവൻ ചെന്നപ്പോഴത്തെ ഇവന് ഓടി ബീവറേജിന്റെ ക്യൂ ചെന്ന് കയറി. അവനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ. അല്ലാണ്ട് കിട്ടാത്തവനെയൊക്കെ എന്തിനാ കൊണ്ടുപോകുന്നു? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, എന്നെ കൊണ്ടുപോകും. എടാ നിന്റെ സമയമായിട്ടില്ല. നിന്റെ സമയമാവാൻ നിന്റെ മേളിലേക്ക് കൊണ്ടൊക്കെ ഞാൻ ശമ്പളത്തിൽ നിന്ന് കട്ടാ. അറിയാമോ? അതെന്ത്? കലാഭവനിലൊക്കെ അങ്ങനെയാ. താമസിക്കുന്ന കട്ടാ എന്ന് പറഞ്ഞാല് നേരത്തെ ഒരുത്തനെ അങ്ങോട്ട് കൊണ്ടുപോയി ശമ്പളം കട്ടായി പോകും. എനിക്ക് വരണം. എന്നെ കൊണ്ടുപോവാ. ഞാൻ എന്നാ ചെയ്യണ്ടേ? എടാ നിനക്ക് അവിടുത്തെ ശിക്ഷ അറിയാമോ? ഇല്ല. അതായത് ഒരു മുടി ഇങ്ങ് പറിച്ചിട്ടുണ്ടല്ലോ, അത് 7 ആയിട്ട് അങ്ങോട്ട് കീറും. കീറിയച്ച് അവിടെ ഒരു തെങ്ങ കെട്ടും, ഇവിടുത്തെ ഒരു തെങ്ങ കെട്ടിട്ട് അടിയിൽ ആഴി കൂട്ടിട്ട് അതിന്റെ മേളിക്കണ നടത്തിക്കും. അപ്പൊ നീ താങ്ങാൻ പറ്റില്ല, നീ പേടിച്ചെത്തും. എനിക്ക് പേടി വരത്തില്ല. ഇതിനേക്കാളും വലിയ സർക്കസ് കാണിക്കുന്ന ഞാൻ. നമ്മളിവിടെ എവിടെ ജീവിക്കുന്ന? കേരളത്തിലല്ലേ സാർ? ഈ ട്രാഫിക് ബ്ലോക്കിനിടെ കൂടെ വണ്ടി ഓടിച്ച് പഠിച്ച എനിക്ക് ഈ നൂൽപ്പാലം വെറും സിമ്പിളാണ്. വേറെ ശിക്ഷയുണ്ട്. ആ ശിക്ഷ നീ കണ്ടാണ്ടല്ലോ, നീ നിക്കറലും ഉള്ളി പോകും. ഒരിക്കലും ഇല്ല. അതങ്ങനെ. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിക്കാനുള്ള പരിപാടിയല്ലേ?
എടാ വേറെ സംഭവം ഉണ്ട് അതിനറിയാമോ അതായത് ഈ നിന്നെ പേടിപ്പിക്കാൻ പോണ സംഭവം നീ കേട്ടില്ല ഇല്ല. അതായത് പഴുതാര തേള് അട്ട കട്ടിലുമൂട്ട ഒന്നും വേണ്ട ഈ ഒരു മുറിക്കകത്ത് നിറച്ചങ്ങിട്ടുണ്ടല്ലോ നിന്നെ അതിനകത്തിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട് താക്കോല് കിണറ്റിനകത്ത് കളയും. ഭയങ്കര നീ അതിനകത്ത് പേടിച്ചെത്തും. പേടിച്ച് ചത്തുപോകും. പിന്നല്ലേ ഞാൻ പേടിച്ച് ചത്തുപോകും. ഇതിനൊക്കെ വലിയ പാമ്പ് പഴുത്. ഞങ്ങളൊക്കെ റേഷനരി തന്ന് ജീവിക്കുന്നവരാ, റേഷനരി തിന്ന് ജീവിക്കുന്നവരാ. അറിയാം അതിന് ഈ സാമാനമൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ പിറക്കി കളഞ്ഞിട്ടാണ് ഇത് ഏറി തിന്നുന്നത് ഞങ്ങള്. പിന്നെ ഞങ്ങള് പേടിച്ചിട്ടില്ല. പൂട്ടിയിടും. പിന്നെ വേറെ സംഭവം ഉണ്ട് ഇതാണ് അറ്റാക്ക് വന്ന് എത്തും. അതിനറിയാമോ അതായത് നിന്നെ പിടിച്ചൊരു റൂമിനകത്തിട്ട് അങ്ങ് പൂട്ടും 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 കുറ്റാക്കൂറ്റിരിട്ട് എന്ന് പറഞ്ഞാൽ കുറ്റാക്കൂറ്റിരിട്ട് 10, 12, 15 വർഷം നിന്നെ അതിനകത്തിടും. നീ പേടിച്ച് എത്തും. പേടിച്ചിരിക്കുന്നോ മനുഷ്യനെ ചിരിപ്പിക്കാതെ. എന്റെ പൊന്നാസാനെ നമ്മൾ എവിടാണ് ജീവിക്കുന്നത്? കേരളത്തിലൊരു ഇലയിറങ്ങിയാൽ കറണ്ട് പോകും, ഒരു മഴക്കോള് കണ്ടാൽ കറണ്ട് പോകും. 6-7 മാസം കഴിഞ്ഞാ തിരിച്ചു വരുന്നത്. എന്നിട്ട് ഞങ്ങൾ പേടിക്കുന്നില്ല. പിന്നെ ഈ കുറ്റാക്കുറ്റി എടുത്തത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വല്ല ആളോട് സംസാരിക്കും. അല്ല ഞാൻ പറയണ കേക്കതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി ഇതായി പോയില്ലേ. എനിക്കെപ്പോഴും ഓടി ഓടി വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ വരാൻ പറ്റില്ല. എൻ്റെ ശമ്പളത്തിൽ നിന്നാ കട്ടാവണേ. എന്തൊന്ന് നേരത്തെ നിന്ന് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ടാവും. എൻ്റെ ജോലി എന്നതാ. അങ്ങനെ വരാൻ പറ്റില്ല. അയ്യോ ഞാൻ പറയണ കേക്ക്. ഒന്നും കേക്കണ്ട വരാൻ. ഞാൻ എന്നും കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ കൊണ്ടുപോകും. കൊണ്ടുപോകാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകും. നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. എടാ മരയോന്തേ എടാ നിന്റെ സമയമായിട്ടില്ല. പിന്നെ നീ എന്തിനാ മേളിലേക്ക് വന്നെ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നല്ല സുഖമുള്ള സ്ഥലത്ത് നിന്ന് നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മേളിലേക്ക് വരാൻ ഇങ്ങനെ നടന്ന് ചാട്ടിയും പിടിക്കണേ? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എടാ എന്താ കാര്യം എന്ന് പറ. എന്റെ ഒരു ഭാര്യയുണ്ട്. മുടിഞ്ഞ കാലിയുടെ ആക്രമണം കൊണ്ട് പീഡനം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. പെണ്ണുമ്പുള്ള തല്ലണോണ്ടാണോ? അതെ, അവിടെ മുടിഞ്ഞ പീഡനമാണ്. ഇന്ന് തല്ലു പെണ്ണുമ്പുള്ള പിന്നെ ഭയങ്കരമായിട്ട്. എന്നെ കൂടെ കൊണ്ടുപോകണം. കൊണ്ടുവന്ന് പറയുവോ? അയ്യോ പ്രഭ എന്തിനാണ് കരയുന്നത്? എന്ത് പറ്റി പ്രഭ? നിന്നെയൊക്കെ പെണ്ണുമ്പിള്ള തല്ലിക്കൊല്ലുമ്പോ ചത്തട്ട് മേളിലേക്ക് വരാം. അതെ, എന്റെ പെണ്ണുമ്പിള്ള എന്നെ തല്ലിക്കൊല്ലുമ്പോ ഞാൻ എങ്ങോട്ട് പോകൂടാ? പ്രഭേ